So next is C4 cycle അഥവാ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. അതെന്താ നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു രണ്ട് കണ്ടീഷനിലാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുക. അത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ C4 പാത്വേ നടക്കുന്നത് അല്ലെ. സോ C4 പാത്വേ നടക്കുക രണ്ട് സെല്ലുകളിൽ വെച്ചിട്ടാ. One is mesophyll cell and other one is bundle sheath cell. mesophyll cell ഉണ്ട്, bundle sheath cell ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു ലീഫ് എടുത്താല് ലീഫിന്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. എപ്പിഡെർമിസ് ഞാൻ വരയ്ക്കുന്നില്ല. ഇതാണ് mesophyll cell. ഇവിടെ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവും, സൈലോം ഫ്ലോയും. അതിന്റെ ചുറ്റുമുള്ള സെല്ലാണ് ആര്? ബണ്ടിൽ ഷീറ്റ് സെൽ. ഓക്കെ, അപ്പൊ ഇതാണ് mesophyll cell, ഇത് ബണ്ടിൽ ഷീറ്റ് സെൽ. അപ്പൊ ഏറ്റവും അപ്പർ ലെയറിലെ mesophyll, താഴെ ബണ്ടിൽ ഷീറ്റ്. ഇതാണ് mesophyll, this is bundle sheets. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. C4 പ്ലാന്റ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു in the form of bicarbonate ion. Carbon dioxide combines with phosphoenol pyruvate. It is a 3 carbon compound. 3 കാർബണും 1 കാർബണും കൂടെ ആകുമ്പോൾ 4 carbon compound ആവും. ആ പേരെന്താ? ഓക്സാലോ അസെറ്റിക് ആസിഡ്, which is the first stable product. That is why it is known as എന്ത് C4 pathway അല്ലേ. C4. Oxaloacetic acid is converted into malic acid. Malic acid 4 carbon compound ആണ്. നേരെ ബണ്ടിൽ ഷീറ്റിലോട്ടേക്ക് ട്രാൻസ്പോർട്ടഡ് ആവും. ബണ്ടിൽ ഷീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാലിക് ആസിഡിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടേക്ക് റിലീസ് ചെയ്യും. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ടേക്ക് റിലീസ് ചെയ്യും. അഥവാ ഡീകാർബോക്സിലേഷൻ നടക്കും. ഡീകാർബോക്സിലേഷൻ നടക്കും. മാലിക് ആസിഡിൽ ഒരു CO2 പോയാൽ അയാള് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. പൈറുവിക് ആസിഡ് is again transported back into mesophyll cell. Pyruvic acid. Pyruvic acid converted into phosphoenol pyruvate. 3 carbon ആണ്. ഒരു കാർബൺ പോയാൽ 3 കാർബൺ അല്ലേ. 4 കാർബൺ ഉള്ള മാലിക് ആസിഡിന് ഒരു കാർബൺ പോയാൽ 3 കാർബൺ ഉള്ള പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് again phosphoenol pyruvate ആവും. ഈ സമയത്ത് അവര് ഒരു ATP യൂസ് ചെയ്യുന്നുണ്ട്. ATP is converted into AMP, adenosine monophosphate. മനസ്സിലായോ? യെസ്. സോ ഇവിടെ ഒരു CO2 റിലീസ് ആയില്ലേ. That CO2 is enter into C3 cycle. C3 cycle കഴിഞ്ഞിട്ട് ആരുണ്ടാവും മക്കളെ? ഗ്ലൂക്കോസ് ഉണ്ടാവും. അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന എവിടെയാ ഗ്ലൂക്കോസ് ഉണ്ടാവുക? ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് ഗ്ലൂക്കോസ് ഉണ്ടാവുക. ഇവിടെ എൻസൈം ഉണ്ട്, റുബിസ്കോ. ഇവിടെ PP ആയിട്ട് കമ്പൈൻ ചെയ്യാൻ ഇവിടെ ഒരു എൻസൈം സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പെപ്റ്റേസ്, ഫോസ്ഫോഎനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് C4 പാത്വേ നമ്മുടെ ഫോട്ടോ റെസ്പിറേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള പാത്വേ ആണ്, സ്പെഷ്യൽ പാത്വേ ആണ് C4 പാത്വേ. വളരെ എന്താ പറയാ, ലെസ് ദാൻ 1% ഓഫ് പ്ലാന്റ്സ് മാത്രമേ C4 പാത്വേ കാണിക്കുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇവര് ഫോട്ടോ റെസ്പിറേഷൻ തടഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. രണ്ടാൾക്കാരായിരുന്നു നമ്മുടെ പ്രശ്നം. ഒന്ന് ഹൈ ടെമ്പറേച്ചറും ഒന്ന് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജനും. ഇതായിരുന്നു രണ്ടെണ്ണായിരുന്നു നമ്മുടെ പ്രശ്നം. ഫസ്റ്റ് പ്രശ്നം എന്താ? ഹൈ ടെമ്പറേച്ചർ അല്ലെ. ഹൈ ടെമ്പറേച്ചർ നോക്കിക്കേ, ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയത്താണ്, അതേപോലെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ, രണ്ട് സമയത്താണ് റുബിസ്കോ ഡുവൽ ബിഹേവിയർ, നാഗവല്യാവാന്ന് നമ്മൾ പറഞ്ഞു ആണല്ലോ. ഓക്കെ, സോ റുബിസ്കോ ഉള്ളത് എവിടെയാ? ഇവിടെയോ ഇവിടെയോ? ബണ്ടിൽ ഷീറ്റിലാണ് റുബിസ്കോ ഉള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഡീപ്പർ ലെയറിലാണ് റുബിസ്കോ ഉള്ളത്. ബണ്ടിൽ ഷീറ്റ് ഡീപ്പ് ലെയറിലാണുള്ളത്. ഓക്കെ, ഡീപ്പ് ലെയറിൽ എത്തുന്ന ടെമ്പറേച്ചറിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, സോ ഒരു ലീഫിന്റെ mesophyll സെല്ലിന്റെ അത്ര ടെമ്പറേച്ചർ എവിടെ ഉണ്ടാവില്ല? ബണ്ടിൽ ഷീറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ബണ്ടിൽ ഷീറ്റിൽ ആണ് റുബിസ്കോ ഉള്ളത്, പക്ഷെ അവിടെ ടെമ്പറേച്ചർ കുറവാണ്. അപ്പൊ കുഴപ്പമുണ്ടോ? റുബിസ്കോ ഡ്യുവൽ ബിഹേവിയർ കാണിക്കോ? ഇല്ല. രണ്ടാമത്തത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അല്ലെ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജന്റെ സമയത്ത് അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങള്,
ബണ്ടിൽ ഷീറ്റ് സെല്ല്. നമുക്ക് ഈ C4 പ്ലാന്റ്സിന് ഒരു കാര്യം പറയണം. C4 പ്ലാന്റ്സ് നമ്മുടെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് C4 പ്ലാന്റ്സിൽ 2 അഡാപ്റ്റേഷൻ അവർ കാണിക്കുന്നുണ്ട്. 2 അഡാപ്റ്റേഷൻ. One is Cran's anatomy. Second one is dimorphic chloroplast. Dimorphic chloroplast. Cran's anatomy എന്ന് വെച്ചാൽ ബണ്ടിൽ ഷീറ്റ് സെൽസിനെ കണ്ടില്ലേ നിങ്ങള്? വാസ്കുലർ ബണ്ടിൽ ചുറ്റുള്ള ബണ്ടിൽ ഷീറ്റ് സെൽ. ഈ സെവറൽ ലെയേഴ്സ് ഓഫ് ബണ്ടിൽ ഷീറ്റ് സെൽ ഇങ്ങനെ റീത്ത് പോലെ, റീത്തിൽ പൂ അടുക്കി വെച്ച പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് എന്താ വിളിക്കുക? ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കാം. അതാണ് ഒരു അഡാപ്റ്റേഷൻ C4 പ്ലാന്റ്സിന്റെ, C4 പാത്വേ നടക്കുന്ന പ്ലാന്റ്സിന്റെ. രണ്ടാമത്തെ അഡാപ്റ്റേഷൻ ഡൈമോർഫിക് ക്ലോറോ, 2 മോർഫോളജിയുള്ള ക്ലോറോപ്ലാസ്റ്റ്. ഡൈമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്, ഗ്രാനലും അഗ്രാനൽ. ശ്രദ്ധിച്ചിരിക്കുക, അവസാനം നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് കാര്യം മനസ്സിലാവുള്ളൂ. ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് അഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്. ഗ്രാന ഉള്ള ക്ലോറോപ്ലാസ്റ്റും ഗ്രാന ഇല്ലാത്ത ക്ലോറോപ്ലാസ്റ്റും. ഗ്രാന ഉള്ള ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയാ ഉണ്ടാവുക? അങ്ങനെയല്ലേ ഉണ്ടാവുക? ഗ്രാന ഇല്ലെങ്കിൽ എങ്ങനെയാ ഉണ്ടാവുക? വെറും സ്ട്രോമ ലാമല്ലേ മാത്രമേ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ C4 പ്ലാന്റ്സിലെ 2 ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ഗ്രാനലും അഗ്രാനലും. മീസോഫിൽ സെല്ലുകളിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ഗ്രാനൽ ആയിരുന്നു, ബണ്ടിൽ ഷീറ്റ് സെല്ലിലുള്ള ക്ലോറോപ്ലാസ്റ്റ് അഗ്രാനൽ ആയിരുന്നു. അഗ്രാനൽ ആണെങ്കിൽ സ്ട്രോമ ലാമല്ലേ മാത്രമേ ഉള്ളൂ. സ്ട്രോമ ലാമല്ലയിൽ ഓക്സിജൻ റിലീസ് ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം സ്ട്രോമ ലാമല്ലയിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ് നടക്കുക. നേരത്തെ പഠിപ്പിച്ചാണേ. സൈക്ലിക്കിൽ ഓക്സിജൻ റിലീസ് ഇല്ല. ദാറ്റ് മീൻസ് ബണ്ടിൽ ഷീറ്റിൽ ഓക്സിജൻ റിലീസ് ഇല്ല. സോ ഇവിടെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സോ റുബിസ്കോ ഉള്ള സ്ഥലത്ത് ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവാണ്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞ പ്രശ്നം ഇവിടെ ഉണ്ടോ? ഇല്ല. സോ 2 പ്രശ്നങ്ങളായിരുന്നു, ഹൈ ടെമ്പറേച്ചറും ഹൈ ഓക്സിജനും. ആർക്കായി പ്രശ്നം? റുബിസ്കോയ്ക്ക്. സോ റുബിസ്കോ ഉള്ള സ്ഥലത്ത് ഈ 2 പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. ഹൈ ടെമ്പറേച്ചർ ഇല്ലാത്തതിന്റെ കാരണം ബണ്ടിൽ ഷീറ്റ് ഡീപ്ലി, ക്രാൻസ് അനാട്ടമി കണ്ടോ, അങ്ങ് ഉള്ളിലത്തെ ലെയേഴ്സിലാണ് ആരുള്ളത്? ബണ്ടിൽ ഷീറ്റ് ഉള്ളത്. ഒരു ടെമ്പറേച്ചർ കിട്ടുന്നതിന്റെ അളവ് കുറവായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജനാണ്. നമ്മുടെ ബണ്ടിൽ ഷീറ്റിന് അഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്, ഗ്രാനൽ അല്ല. അഗ്രാനൽ എന്ന് വെച്ചാൽ സ്ട്രോമ ലാമല്ലേ മാത്രമേ ഉള്ളൂ. സ്ട്രോമ ലാമല്ലേ മാത്രമാണെങ്കിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ മാത്രമേ നടക്കുള്ളൂ. നോൺ സൈക്ലിക്കിന്റെ ഗ്രാനയിലായിരുന്നു ലൊക്കേഷൻ. അവിടെയാണ് ഓക്സിജൻ റിലീസ് ഉണ്ടായത്. ഇവിടെ ഓക്സിജൻ റിലീസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഓക്സിജൻ റിലീസ് ഇല്ല, കാരണം സ്ട്രോമ ലാമല്ലയാണ്, അഗ്രാനലാണ്, സൈക്ലിക് ആണ് നടക്കുന്നത്. സൈക്ലിക്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് ഇല്ല, അതുകൊണ്ട് ഓക്സിജൻ റിലീസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് C4 പാത്വേ. അപ്പൊ C4 പാത്വേയുടെ പ്രത്യേകത എന്താ? C4 പാത്വേ 2 സെല്ലുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, മീസോഫിലും ബണ്ടിൽ ഷീറ്റും. നേരത്തെ ഒറ്റ സെല്ല് മാത്രമായിരുന്നു, വിച്ച് ഇസ് മീസോഫിൽ. ഇവിടെ മീസോഫിലുണ്ട്, ബണ്ടിൽ ഷീറ്റും ഉണ്ട്. ഇനി എവിടെയാണ് റുബിസ്കോ എൻസൈം ഉള്ളത്? ബണ്ടിൽ ഷീറ്റിലാണ് ഉള്ളത്. എവിടെയാണ് ഷുഗർ ഉണ്ടാവുക? ബണ്ടിൽ ഷീറ്റിലാണ് ഉണ്ടാവുക. C4 പാത്വേയിൽ C3 സൈക്കിൾ നടക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. C4 പാത്വേയിൽ C3 സൈക്കിൾ നടക്കുന്നുണ്ട്. C3 പാത്വേയിൽ C4 ഉണ്ടോ? ഇല്ല. C4ൽ C3 ഉണ്ട്, പക്ഷെ C3ൽ C4 ഇല്ല. പിന്നെ മീസോഫിൽ കാണുന്ന എൻസൈം പെപ്റ്റേസ് ആണ്, ബണ്ടിൽ ഷീറ്റ് കാണുന്ന എൻസൈം റുബിസ്കോ എൻസൈം ആണ്. എത്ര ATP ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നോക്ക്. നോക്കിക്കേ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോഴാണ് ഇവിടെ ഒരു CO2 റിലീസ് ചെയ്യുന്നത്. ഒരു CO2 റിലീസ് ചെയ്യുമ്പോൾ ഒരു C3 സൈക്കിളാണ് ചുറ്റുക. ഒരു C3 സൈക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/6 ഗ്ലൂക്കോസേ കിട്ടുള്ളൂ. അപ്പൊ 6 CO2 റിലീസ് ചെയ്താലേ നമുക്ക് 1 ഗ്ലൂക്കോസ് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ C4 പാത്വേ എത്ര നേരം നടക്കണം? 6 തവണ ചുറ്റണം, എന്നാൽ മാത്രമേ 1 ഗ്ലൂക്കോസ് കിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, ATP AMP ആവുകയാണ്, ട്രൈഫോസ്ഫേറ്റ് മോണോഫോസ്ഫേറ്റ് ആവുക. ഇത്രയും കാലം നമ്മളിപ്പോ എല്ലാം ഇപ്പം ഫിസിക്സിലൊക്കെ നമ്മളെല്ലാം SI ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ നമ്മൾ പറയും അല്ലെ. നമ്മൾ ഇത്രയും കാലം ATP എണ്ണം കണക്കൂട്ടി എങ്ങനെയാ? ATP
ADP ആണെന്ന് വെച്ചിട്ട്. ഇവിടെ പക്ഷെ ATP AMP ആവുകയാണ്. Which is actually similar to 2 ATP converted into 2 ADP. 2 ATP 2 ADP ആകുന്നതിന് തുല്യമാണ് 1 ATP 1 AMP ആവുന്നത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തില് ഞാൻ 2 ATP 2 ADP ആവാന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അവിടെ നടക്കുന്ന കൺവേർഷൻ ATP AMP ആണ് വന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പം ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ എത്ര ATP വേണം? 2 ATP വേണം. അഥവാ ഒരു C4 പാത്വേയില് എത്ര ATP ആ? ഒരു C4 പാത്വേ അടങ്ങട്ടെ, വെയിറ്റ് അല്ല, ഒരു C4 പാത്വേയില് അല്ല, ഒരു ഗ്ലൂക്കോസിനെ നോക്കാം നമുക്ക്. ഒരു ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാൻ നോക്കിയേ, ഒരു ഗ്ലൂക്കോസിന് ഉണ്ടാക്കാൻ എത്ര CO2 വേണം? 6 CO2 വേണം. ഒരു CO2 വരുമ്പോഴാണ് 2 ATP ഉപയോഗിക്കുന്നത്. 6 CO2 വരുമ്പോ എത്ര ATP? 12 ATP. ഇനി C3 സൈക്കിളിലും ATP NADP ഉപയോഗിക്കുന്നില്ലേ? അതുകൂടെ കൂട്ടണ്ടേ? യെസ്. അപ്പം C3 എത്ര ATP? 18 ATP. അപ്പം 12 + 18 എത്ര ATP? 30 ATP. എത്ര NADPH? 12 NADPH. അപ്പൊ ഒരു ഗ്ലൂക്കോസിനെ C4 പാത്വേയിലൂടെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 30 ATP വേണം, 12 NADPH വേണം. എത്രയാ? 30 ATP യും 12 NADPH. അപ്പം ഒരു C4 പാത്വേയിലോ ഒരു ഗ്ലൂക്കോസിന് ഉണ്ടാക്കാനാണ് 30 ATP. അപ്പൊ ഒരു C4 പാത്വേയില് എത്ര ATP വേണം മക്കളെ? 6 തവണ കറങ്ങുമ്പോഴാണ് 30 ATP വേണ്ടത്. അപ്പൊ ഒന്നില് 10/6 5 ATP വേണം. എത്ര NADPH? 2 NADPH. 12/6 2 NADPH. സോ കാൽക്കുലേഷൻ കൃത്യമായിട്ട് അറിയണം. അപ്പൊ ഇത്രയാണ് C4 പാത്വേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ബാക്കി തിയറി ക്വസ്റ്റ്യൻസിന്റെ കൂടെ പറയാം കേട്ടോ. ഓക്കെ. So first question is, two major light harvesting complex in photosynthesis are ഏതൊക്കെയാ? photosystem 1 and photosystem 2. A plus B. E is the answer. The term set scheme is applicable to. Set scheme ഏതായിരുന്നു? B is the answer. Non-cyclic photophosphorylation. എങ്ങനെയായിരുന്നു ഷേപ്പ്? അതുകൊണ്ടാണ് Z scheme. എന്തുകൊണ്ടാണ് N scheme എന്ന് പറയാത്തത് എന്നോട് ചോദിക്കുന്നത് എനിക്കറിയില്ല. Z scheme എന്നാണ് എന്നെ വിളിക്കുക. Proton released through photolysis, splitting are released into. Yeah. നമ്മുടെ ആ ഇതിലായിരുന്നോ ഫോട്ടോലിസിസ് H2 സ്പ്ലിറ്റിംഗ് എവിടെ വെച്ചാൽ നടന്നേ? തൈലക്കോയിഡിന്റെ ലൂമൻ അല്ലേ? തൈലക്കോയിഡ് സ്പേസ് അല്ലെങ്കിൽ ലൂമൻ ഓഫ് തൈലക്കോയിഡ്. സോ ദ ആൻസർ ഇസ് D. ATP synthesis is linked to development of dash across a membrane in chloroplast. Electron gradient, proton gradient, O2 gradient. Proton gradient. H+ കൂടിയ സ്ഥലത്തുനിന്ന് H+ കുറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് വന്നത് അല്ലേ? സോ പ്രോട്ടോൺ ഗ്രേഡിയന്റ് അനുസരിച്ചാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ATP സിന്തസിസ് എന്ന് വെച്ചാൽ കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണല്ലേ? അപ്പൊ ആൻസർ ഏതാ? B. Chemiosmotic hypothesis require a membrane, a proton pump, proton gradient and dash for ATP synthesis. എന്താ മക്കൾ ഇതിൽ ആരെയും കൂടിയാണ് ആ ഓസ്മോട്ടിക് കെമിയോസ്മോട്ടിക് നമ്മൾ പറഞ്ഞത്? ATPase എൻസൈം ഇല്ലായിരുന്നോ? CF0 CF1 റുബിസ്കോ ഉണ്ടോ അവിടെ? ഇല്ല. PEP കാർബോക്സിലേസ് പെപ്റ്റേസ് ഉണ്ടോ? ഇല്ല. Mg2+ ഉണ്ടോ? അതൊന്നുമില്ല. സോ ആൻസർ A. In C3 cycle IUPAC is dash to produce 3-phosphoglyceric acid and dash to produce triphosphate and starch. നമുക്കറിയാം 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കാർബോക്സിലേഷൻ. രണ്ടാമത്തെ റിഡക്ഷൻ. സോ ആൻസർ ഇസ് A. In C4 plants, bundle sheath cells are rich in dash but lack dash. Bundle sheath cell ഉണ്ടായിരുന്ന എൻസൈം റുബിസ്കോ ആയിരുന്നു, ഇല്ലാത്ത എൻസൈം പെപ്റ്റേസ് ആയിരുന്നു. സോ ആൻസർ ഇസ് C. C3 plants responds to increased CO2 concentration and saturation is
C3 പ്ലാന്റ്സിന്റെ സാച്ചുറേഷൻ കാണിക്കാം 450 മൈക്രോ ലിറ്റർ പെർ ലിറ്റർ ആണ്. C4 പ്ലാന്റ്സിന്റെയോ 360 മൈക്രോ ലിറ്റർ ആയിരുന്നു. അത് നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കുന്നുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട് NCERT-യിൽ, അതാണ് ആ ചോദിച്ചിരിക്കുന്നത്. സോ 8ാമത്തെ ആൻസർ സി. ഇനി 9. Among the following, one event does not occur in bundle sheet cell. Select the correct answer from the following. ഇതിലേതാണ് ബണ്ടിൽ ഷീറ്റിൽ നടക്കാത്തത്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് മാലിക് ആസിഡ്, അത് നടക്കുന്നതാ അല്ലെ? ഡീകാർബോക്സിലേഷൻ ഓർമ്മയില്ലേ? മാലിക് ആസിഡ് എന്നൊരു CO2 റിമൂവ് ആവുന്നുണ്ട്, അപ്പൊ നടക്കുന്നുണ്ട്. കാർബോക്സിലേഷൻ ഓഫ് C3, കാർബോക്സിലേഷൻ ഓഫ് C3, കാർബോക്സിലേഷൻ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുക, ഇത് ബണ്ടിൽ ഷീറ്റിൽ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാർബോക്സിലേഷൻ ഓഫ് C3 ബണ്ടിൽ ഷീറ്റിൽ എന്താ നടന്നേ? മാലിക് ആസിഡ് റിമൂവ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് RUBP ആണ് ആക്സെപ്റ്റ് ചെയ്തത്, എന്നിട്ട് C3 സൈക്കിളാണ് നടന്നത് അല്ലെ? അല്ലേ? അപ്പൊ അത് നടക്കുന്നില്ല ബണ്ടിൽ ഷീറ്റിൽ. ഇനി റീജനറേഷൻ ഓഫ് PP. നോ, റീജനറേഷൻ ഓഫ് PP നടത്തുന്നത് എവിടെയാ? നമ്മുടെ എവിടെയാ? നമ്മുടെ മീസോഫില്ല നടന്നത്, അതുമില്ല. റീജനറേഷൻ ഓഫ് RUBP നടക്കുന്നുണ്ട് അല്ലെ? കാരണം റീജനറേഷൻ ഓഫ് RUBP C3 സൈക്കിളിലെ സ്റ്റെപ്പാണ്. C3 സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റിലാണ്. സോ ആൻസർ ഇസ് ബോത്ത് B ആൻഡ് C. ഇനി B നോക്കിയ കാർബോക്സിലേഷൻ ഓഫ് C3 അല്ലേ? കാർബോക്സിലേഷൻ ഓഫ് C3 എന്ന് വെച്ചാൽ എന്തായിരുന്നു? കാർബോക്സിലേഷൻ എന്ന് വെച്ചാൽ CO2 ആഡ് ചെയ്യുക. C3 നമ്മുടെ ഫോസ്ഫൈനോൾ പൈറുവേറ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പൊ കാർബോക്സിലേഷൻ ഓഫ് C3 നടക്കുന്ന എവിടെയാ? നമ്മുടെ മീസോഫിൽ സെല്ലിലാണ്. ഇനി മീസോഫിൽ ലാക്ക് റുബിസ്കോ എൻസൈം ഇൻ ദ കേസ് ഓഫ് C4 പ്ലാന്റ്സ് അല്ലെ? C4 പ്ലാന്റ്സിലാണ് മീസോഫിൽ റുബിസ്കോ എൻസൈം ഇല്ലാത്തത്. ഇനി photosynthetically active radiation ranges between 400 to 700 nanometer. ഇതാ 11ാമത്തെ ആൻസർ എ ആണ്. 400 to 700 അവരെയാണ് നമ്മൾ പാർ എന്ന് വിളിക്കുക, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. കാരണം ആ റേഡിയേഷൻ കിട്ടുമ്പോഴാണ് നന്നായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുക, അല്ലെ? ഫോട്ടോസിന്തസിസ് നടക്കുന്ന റേഡിയേഷൻ ആണത്. The major photochemical reaction center in pigment system 1 and 2. ഏതാ നോക്കില്ലേ? റിയാക്ഷൻ സെന്ററിലുള്ള ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് ഏത് മോളിക്യൂൾ? ക്ലോറോഫിൽ A. A collection of accessory pigments like keratins, xanthophylls in photosystems are termed as ആന്റിന കോംപ്ലക്സ് അല്ലെ? റിയാക്ഷൻ സെന്ററിൽ ഒരൊറ്റൊരാൾ വെച്ച് ബാക്കി എല്ലാരെയും കൂടെ ഒരുമിച്ച് വിളിച്ച പേരായിരുന്നു ആന്റിന കോംപ്ലക്സ്. C is the answer. The number of photosynthetic pigment molecules required to release one molecule of oxygen. ഒരു മോളിക്യൂൾ ഓക്സിജൻ റിലീസ് ചെയ്യാൻ വേണ്ട പിഗ്മെന്റ് മോളിക്യൂൾസിന്റെ നമ്പർ. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ്. അത് അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. A is the answer. Choose the correct statement. Chlorophyll A is bluish green in color. Correct ആണ്. The color is bluish green ആണ്. Action spectrum coincides with absorption spectrum. Chlorophyll molecules are attached on lippal part of thylakoid membrane by phytol tail. 1 and 2 are correct, but 3rd is wrong. All wrong. 2 and 3 is correct. 1 second. 2 and 3 is correct, but 1 is wrong. ഇവിടെ all correct ആണ്, എല്ലാം കറക്റ്റ് ആട്ടോ. നമ്മളിപ്പം ഈ പിഗ്മെന്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ക്ലോറോഫിൽ A, അതേപോലെ B, കെറാട്ടിൻസ് ആൻഡ് സാന്തോഫ്. ഇതാണ് ഏറ്റവും 4 പിഗ്മെന്റ്സ് അല്ലെ? ഈ 4 പിഗ്മെന്റില് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്? ഏറ്റവും ഇമ്പോർട്ടന്റ് പിഗ്മെന്റ് നമ്മുടെ ക്ലോറോഫിൽ A ആണ്. സോ ദേ ആർ നോൺ ആസ് നെസസറി പിഗ്മെന്റ്. ബാക്കി 3 പേരെ നമ്മൾ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ക്ലോറോഫിൽ A മെയിൻ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രവും. അപ്പൊ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടായത്. ഒന്നുമില്ല, ഈ ഗ്രാഫിൽ എന്താന്ന് വെച്ചാ ഇവിടെ വേവ് ലെങ്ത്തും
ഇവിടെ ഓരോരുത്തരുടെ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ ലൈറ്റിനെ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് ഗ്രാഫ് ഉണ്ട്, ടെക്സ്റ്റിലുണ്ട് ഗ്രാഫ്. ക്ലോറോഫിൽ എന്റെ നോക്കിയപ്പം ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്ന റേറ്റ് ഏകദേശം ഇങ്ങനെയാ. ക്ലോറോഫിൽ ബി നോക്കിയപ്പം ഇങ്ങനെ, സി നോക്കിയപ്പം സി അല്ല സാന്തോഫിലൊക്കെ നോക്കിയപ്പോ ഇങ്ങനെ. ഓക്കെ, ഇത് ക്ലോറോഫിൽ എയുടെ ഗ്രാഫ്, ബിയുടെ ഗ്രാഫ്, സാന്തോഫിലെ ഗ്രാഫ്. എങ്ങനെയാണ് വേവ്ലെങ്ത് അബ്സോർബ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ്. ആക്ഷൻ സ്പെക്ട്രം എന്ന് വെച്ചാൽ ഓരോ വേവ്ലെങ്ത്തിലും നടക്കുന്ന ഫോട്ടോസിന്തസിന്റെ റേറ്റ് വെച്ചിട്ടുള്ള ഗ്രാഫാണ് ആക്ഷൻ സ്പെക്ട്രം. ഓക്കെ, അത് കൊടുത്തപ്പം ഇങ്ങനെ ഒരു ഗ്രാഫാ കിട്ടി. എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് ഇങ്ങനെയാ നടക്കുന്നത്. ഇതേ ഗ്രാഫ് ഇവിടെ ആർക്കുള്ളത്? ക്ലോറോഫിൽ എക്കല്ലേ ഉള്ളത്. സോ അബ്സോർപ്ഷൻ സ്പെക്ട്രോ ആക്ഷൻ സ്പെക്ട്രോ അബ്സോർപ്ഷൻ സ്പെക്ട്രോ കോയിൻസൈഡ് ചെയ്തപ്പം ക്ലോറോഫിൽ എയുടെ അളവിനെന്ത് അല്ലെ ക്ലോറോഫിൽ എ എങ്ങനെയാണോ അതിന്റെ സെയിം ഗ്രാഫാണ് ആർക്കും അബ്സോർപ്ഷൻ ഫോട്ടോസിന്തസിന്റെ ഗ്രാഫ്. എന്ന് വെച്ചാൽ മെയിൻ ആള് ക്ലോറോഫിൽ എ ആണെന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ആക്ഷൻ സ്പെക്ട്രം കോയിൻസൈഡ്സ് വിത്ത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ക്ലോറോഫിൽ മോളിക്യൂളർ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഇലാബറേറ്റ് സ്ട്രക്ചർ ആണ്. അത് നിങ്ങൾക്കത് പഠിക്കാനില്ല കേട്ടോ. അടുത്തത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് സെല്ലുലാർ റെസ്പിറേഷനിൽ ഒരു ETS പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം റിലേറ്റഡ് ടു ATP synthesis were first formulated by നമ്മുടെ പീറ്റർ മിച്ചലോ അയാൾ മറ്റേ ഡി ആൻസർ കേട്ടോ. 16 D. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. The optimum redox potential gradient between adjacent redox couple required for the synthesis of one ATP molecule during cyclic photophosphorylation. ഞാൻ പറഞ്ഞിട്ടുണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ആൾക്കാരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് ആൾക്കാരുടെ ഇടയിലുള്ള റിഡോക്സ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് 0.26 വോൾട്ട്. അതങ്ങനെ അങ്ങ് പഠിച്ചാണ്. സി ഇസ് ദ ആൻസർ കേട്ടോ. ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കേണ്ടതാണ്. സി ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി 18ാമത്തെ. If the number of ATP molecules produced during light reaction is to balance the number of consumed by the dark reaction, then dash must be produced for 2 pair of electron transported from H2 to NADP+. Okay. നമ്മളത് പറഞ്ഞതാ നേരത്തെ. നമ്മൾ ഓരോന്നിന്റെയും മറ്റേ കാൽക്കുലേഷൻ ചെയ്തതാ. ഒരു ഇതിൽ എത്ര ATP ആണ് ഉണ്ടാകുന്നത് യൂസ് ചെയ്യുന്നത്? 3 ATP ഒരു സൈക്കിളിന്. നമ്മൾ പറഞ്ഞല്ലേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 3 ATP കേട്ടോ. ഡ്യൂറിംഗ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എക്സൈറ്റഡ് P600 eject out 2 electron and are primarily accepted by. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലുള്ള പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്ററിന്റെ പേരാണ് ഫിയോഫൈറ്റിൻ. ബി ഇസ് ദ ആൻസർ കേട്ടോ. ആൻസർ ബി. ഇനി during non-cyclic photosphorylation, when NADP+ gets reduced, it accepts dash from what? അവസാനം NADP+ NADPH ആവാൻ എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത്? 2 ഇലക്ട്രോണും 1 H+ഉം. ബി ഇസ് ആൻസർ. നമ്മൾ അത് തിയറി എടുക്കുമ്പോൾ പറഞ്ഞതാണ്. ഡാഷ് പ്ലേ എ prominent role in photolysis of water and evolution of oxygen. ഏതൊക്കെയാ മക്കളെ? മാംഗനീസ് ആൻഡ് ക്ലോറിൻ. അതും നമ്മൾ പറഞ്ഞതാണ്. Isolated chloroplast when illuminated with light of wavelength greater than 685 nanometer. Greater than 685 ആ. ഓക്കെ, അപ്പം ഇതിൽ ഏതാ നടക്കുക? നിങ്ങൾക്കറിയാം നോൺ സൈക്ലിക്കില് നമുക്ക് 700 വേണം, 680 വേണം. സൈക്ലിക്കിലോ ഏത് മാത്രം മതി? PS1 മാത്രം മതി, അഥവാ 700 മാത്രം മതി. അപ്പൊ 685. അപ്പൊ ഇതാണ് നോൺ സൈക്ലിക്കില്, ഇത് സൈക്ലിക്കില്. അപ്പൊ
അപ്പം ഗ്രേറ്റർ ദാൻ 685 കൊടുത്താൽ ഇത് നടക്കും. ഇത് നടക്കുമോ? ഇല്ല, കാരണം 680 വേണോ അതില്, 685 ആ കൊടുത്തിരിക്കുന്നത്. സോ നോൺ സൈഡിലേക്ക് നടക്കൂല, സൈഡിലേക്ക് നടക്കും. ആൻസർ ഏതാ? ബി അല്ലേ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഗെറ്റ് അറസ്റ്റഡ്. നടക്കൂല. ഓക്കെ, ഇനി 23rd ക്വസ്റ്റ്യൻ. Herbicide usually inactivate photosystem 2. Photosystem 2-നെ പൊതുവെ ഹെർബിസൈഡ്സ് ഉപയോഗിച്ചാൽ ഫോട്ടോസിസ്റ്റം 2-ന് ഇനാക്റ്റീവ് ആയി പോകും. കാരണം എന്താന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം H2O to NADP+ സ്റ്റോപ്ഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫോട്ടോലൈസിസ് നടന്നില്ലേനോ, വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഇലക്ട്രോൺ കൊടുത്തിട്ടില്ലേനോ, ഈ 2 ഇലക്ട്രോൺ അല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേ അല്ലെ? ഈ 2 ഇലക്ട്രോൺ പോകുന്നങ്ങ് തടയും. NADP+ 2 ഇലക്ട്രോൺ കിട്ടൂല. NADPH ഉണ്ടാവോ? ഇല്ല, ഒന്നും നടക്കൂല. ATP ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ B is the answer. കേട്ടോ. When radioactivity labeled tritium is given to plant, the expected sequence of radioactivity can be noticed in. ഇത് നിങ്ങൾക്ക് വേണ്ട ഭാഗമല്ല. ഓക്കെ, അത് ആ ചോദ്യം വിട്ടേക്ക് കേട്ടോ. Next one, 25th question. Dash and dash are required for the assimilation of CO2 to carbohydrate. നിങ്ങൾ പറ, എന്തൊക്കെയാ വേണ്ടത്? ATP and NADPH. Okay, B is the answer. Primary CO2 acceptor in C3 cycle. C3 ആദ്യം ആക്സെപ്റ്റ് ചെയ്താരാ? IUPP അല്ലെ? അത് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് വെച്ചാൽ ഏത് എഴുതണം? 3-phosphoglyceric acid. ഇവിടെ ചോദിച്ചിരിക്കുന്നത് CO2 acceptor. ആരാത്? IUPP. First stable product of C3 cycle, PGA, 3-phosphoglyceric acid. In C3 pathway, carboxylation reaction to catalyze by an enzyme known as. C3-ലുള്ള നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന എൻസൈം ഏതാ? ഒറ്റ എൻസൈം നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. ആരാത്? A is the answer. Rubisco. Which enzyme? Rubisco. അടുത്തത് complete regeneration of IUPP and the synthesis of fructose 1,6-diphosphate requires dash and dash respectively. Complete regeneration എന്തൊക്കെ വേണം? ഓക്കെ, സിന്തസിസ് ഓഫ് ഫ്രക്ടോസ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന്റെ സിന്തസിസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ സിന്തസിനും IUPP കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? എത്ര ATP വേണം? നിങ്ങൾ പറഞ്ഞേ, നമ്മള് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇട്ടതാ. നോക്കിയേ, ടോട്ടൽ അവസാനം എത്ര PG അല്ല നമ്മള് റീജനറേഷന് വേണ്ടി ഉപയോഗിച്ച ആ റിയാക്ഷൻ നോക്ക്. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടോ? 10 PG അല്ല, 3-phosphoglyceraldehyde. ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. എത്ര ATP എടുത്തത്? 18 ATP. എത്രയാ? 18 ATP. ഓക്കെ, സോ ആൻസർ ഇസ് A. 29 A. 18 ATP അല്ലേ? 12 ആദ്യത്തെ റിയാക്ഷനും 6 അവസാനത്തെ റിയാക്ഷൻ. ഓക്കെ, A is answer. The process of photorespiration is initiated to. 30ാമത്തത് ഞാൻ പറഞ്ഞു ഫോട്ടോറെസ്പിറേഷന് നിങ്ങൾക്ക് 3 സെൽ ഓർഗനൽസ് ആണ് വേണ്ടത്. എത്രണ്ണം? 3 എണ്ണം. They are peroxisome, chloroplast and mitochondria. ഏതൊക്കെയാ? പെറോക്സിസോം, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ. ഈ 3 എണ്ണം ഉണ്ടായാലേ ഫോട്ടോറെസ്പിറേഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഗനൽസിന്റെ പേര് ആലോചിക്കുക. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്താണെന്ന് ആലോചിക്കുക. ഫോട്ടോറെസ്പിറേഷൻ ഒരു പ്രശ്നക്കാരനാണെന്ന് ആലോചിക്കുക. അതൊക്കെ മതി കേട്ടോ. 3 ആള് വേണം. ഏതൊക്കെ 3 ആള്? പെറോക്സിസോം, മൈറ്റോകോൺഡ്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. വളരെ ഒരു 1/4 മണിക്കൂർ വേണം ആ ഒരു പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. പിന്നെ ടെക്സ്റ്റിൽ ഇല്ല, NCERT ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോദിക്കാറില്ല. ഓക്കെ, സോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോറോപ്ലാസ്റ്റ് വെച്ചിട്ട് കേട്ടോ.
A 2-carbon compound found first during photorespiration is dash and it is dephosphorylated and oxidized. അത് നമ്മൾ ഫോട്ടോ റെസ്പിറേഷനിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ഇതാരാ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാ? ഫോസ്ഫോ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെ? ആരാ? ഫോസ്ഫോ ഗ്ലൈക്കോളിക് ആസിഡ്. അത് പിന്നെ ഡീഫോസ്ഫോർ അടുത്ത സ്റ്റെപ്പില് ഗ്ലയോക്സിലേറ്റ് ആണ് ആകുന്നത്. ആരാ? ഗ്ലയോക്സിലേറ്റ്. സോ 31ാമത്തെ ആൻസർ സി. 31ാമത്തെ ആൻസർ സി. ഇനി 32, 33 അല്ലെ? ഇത് രണ്ട് ക്വസ്റ്റ്യനും ഫോട്ടോ റെസ്പിറേഷൻ റിലേറ്റഡ് ആണ്. ഔട്ട് ഓഫ് സിലബസ് ആണ്, നമുക്ക് വേണ്ട. ഓക്കെ, അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോ. ഓർഗൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ സൈക്കിൾ. 3 ഓർഗൻ അല്ല അല്ലെ? ഏതൊക്കെയാ? ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോം ആൻഡ് മൈറ്റോകോൺഡ്രിയ. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഓർഗനിൽ വേണമെന്നുള്ളത് ഓർമ്മിക്കാം. പിന്നെ മറ്റേ സാധനം ഇത് ആദ്യം ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഫോസ്ഫോ ഗ്ലൈക്കോളിക് ആസിഡ്, അത് ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഓൾസോ നോൺ ആസ് C2 സൈക്കിൾ. അത്രയും കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നെയിം മെറ്റബോളിക് പാത്വേ ഇൻ പ്ലാന്റ് വിച്ച് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്രൊട്ടക്ടിംഗ് ദ പ്ലാന്റ്സ് ഫ്രം ഫോട്ടോ ഓക്സിഡേറ്റീവ് ഡാമേജ്. ഫോട്ടോ ഓക്സിഡേറ്റീവ് ഡാമേജ് തടയാൻ വേണ്ടിയിട്ട് ഉള്ള പാത്വേനെ എന്താ വിളിച്ചേ? C4 pathway. B is the answer. During C2 cycle, oxidation of NADH occurs again. Same. I will take it. 37 38 ഒക്കെ തന്നെയാണ്. ഇനി 39 നോക്കിയേ. In C4 plants, bundle sheath cell depends on mesophyll cells 4. C4 പ്ലാന്റ്സിൽ ബണ്ടിൽ ഷീറ്റ് സെൽ ഡിപ്പെൻഡ് ഓൺ മീസോഫിൽ സെൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ATP വേണം, NAD, O2 ഇതെല്ലാം കിട്ടണമെങ്കിൽ എവിടുന്നേ കിട്ടൂ? O2 വേണം. C3 സൈക്കിളിന് വേണ്ടിയിട്ട് ഓക്സിജൻ വേണ്ട ആവശ്യമില്ല, പക്ഷെ ബാക്കിയൊക്കെ വേണം. സോ ആൻസർ ഇസ് ഓൾ എക്സെപ്റ്റ് D are correct. 39 ആൻസർ ഇസ് E. കേട്ടോ? അതെന്താ അങ്ങനെ പറയുന്നത്? ഓക്സിജൻ നമുക്ക് വേണ്ട, നമുക്ക് CO2 ആയിട്ടുള്ള കോമ്പിനേഷൻ മതി. സോ ഓക്സിജൻ വേണ്ട. ATP NADPH ഒന്നും ഇല്ലാതെ ഈ പരിപാടി നടക്കൂല. ആ ATP NADPH ഒക്കെ എവിടെ ഉണ്ടായത്? മീസോഫിൽ സെൽസിലാണ് ഉണ്ടായത്. സോ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. ആൻസർ ഓൾ എക്സെപ്റ്റ് D. Rubisco is absent in mesophils of C2 അല്ല, mesophils of C3 അല്ല, mesophils of C4 plants. C is the answer. Chloroplast dimorphism and Kranz anatomy are found in which plants? C4 plants. C4 plants in the adaptation ആയിരുന്നു chloroplast dimorphic chloroplast to Kranz anatomy. Primary CO2 acceptor in C4 plants. Phosphoenol pyruvate അല്ലേ? C3 അത് RUBP ആയിരുന്നു, ഇവിടെ അത് phosphoenol pyruvate. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ. Carboxylation of C4 plants leads to the formation of dash as first stable product. C4 plants മറ്റേ PEP CO2 ആക്സെപ്റ്റ് ചെയ്തു അല്ലെ? എന്താ ഉണ്ടായത്? ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓക്സാലോ അസറ്റിക് ആസിഡ്. 43ാമത്തെ ആൻസർ A. ഇനി total consumption of ATP for C4 and C3 plants for completion of cycle are. C4ൽ എത്ര ATP ആയിരുന്നു? 30 ATP ആയിരുന്നു വേണ്ടത്. C3ൽ 12 ATP ആയിരുന്നു വേണ്ടത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ 44ാമത്തെ ആൻസർ A അല്ലേ? സെലക്ട് ദ അപ്പം ഓക്കെ. അടുത്തത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. CO2 compensation point is high in C4 plants. CO2 compensation point. Compensation point എന്താന്ന് വെച്ചാൽ compensation pointൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും റേറ്റ് ഓഫ് റെസ്പിറേഷനും ഒരു പ്ലാന്റിൽ സെയിം ആയിരിക്കും. നിങ്ങൾക്കറിയാം റെസ്പിറേഷനിൽ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു. ഫോട്ടോസിന്തസിസിലോ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ഇത് റെസ്പിറേഷൻ, ഇത് ഫോട്ടോ
ഫോട്ടോസിന്തസിസ് ആണല്ലോ. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു പ്ലാന്റ് റെസ്പിറേഷനിലൂടെ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ആ പ്ലാന്റിന് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിച്ചൂടെ? ഈ ഒരു പോയിന്റിനെയാണ് എന്ത് വിളിക്കുക? കോമ്പൻസേഷൻ പോയിന്റ് എന്ന് വിളിക്കുക. അപ്പം ഒരു പ്ലാന്റ് CO2 കോമ്പൻസേഷൻ പോയിന്റ് അല്ലെ CO2 കോമ്പൻസേഷൻ പോയിന്റിലാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന് പുറത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കേണ്ട ആവശ്യമില്ല. അത് എവിടെ തന്നെ കിട്ടുന്നുണ്ട്? റെസ്പിറേഷനിലൂടെ തന്നെ റിലീസ് ആകുന്നുണ്ടെന്നാണ് അതിന്റെ മീനിങ്, അൾട്ടിമേറ്റ് മീനിങ്. മനസ്സിലായോ? അപ്പൊ അത് C3 പ്ലാന്റ്സിനും C4 പ്ലാന്റ്സിനും അത് വേറെ വേറെയാണ് ആ കോൺസെൻട്രേഷൻ. ഓക്കെ, C3 പ്ലാന്റ്സിന് വിച്ച് ഇസ് ഓൾമോസ്റ്റ് 25 to 100 പാർട്സ് പെർ മില്യൺ ഒക്കെ CO2 എത്തുമ്പോ തന്നെ അവർ എന്തിൽ എത്തും? കോമ്പൻസേഷൻ പോയിന്റിൽ എത്തും. അപ്പൊ അത്തരം ആ ഒരു കോൺസെൻട്രേഷൻ എത്തുമ്പോൾ ഇവർക്ക് CO2 പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. റെസ്പിറേഷന്റെ റേറ്റും ഫോട്ടോസിന്റെ റേറ്റും ആ പ്ലാന്റിൽ അന്നേരം ഏകദേശം സെയിം ആയിരിക്കും. എവിടെയാ? ഇൻ C3 പ്ലാന്റ്സ്. മനസ്സിലായോ? C4 പ്ലാന്റ്സിലാണെങ്കിൽ വിച്ച് ഇസ് നിയറസ്റ്റ് ടു സീറോ, സീറോയ്ക്ക് അടുത്താണ്. എന്ന് വെച്ചാൽ C3 പ്ലാന്റ്സിനേക്കാളും കുറവാണ് ആർക്ക്? C4. ഏകദേശം സീറോന്റെ അടുത്താണ് ആർക്ക്? C4 പ്ലാന്റ്സിന്. കാരണം എന്താ? C4 പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര എഫിഷ്യന്റ് പ്ലാന്റ്സ് ആണ് അല്ലെ. അവരില് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. സോ എന്തിനായാലും C3 പ്ലാന്റ്സിലാണ് കൂടുതൽ, C4 കുറവാണ്. ആൻസർ എന്താ? CO2 ഹൈ ഇൻ C4 പ്ലാന്റ്സ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ C3 pathway is 20 to 25 degrees Celsius. കറക്റ്റ് ആണ്. 20 to 25 പൊതുവെ C3 ഏറ്റവും കൂടുതൽ നടക്കാറ്. C4 നടക്കുക ഓൾമോസ്റ്റ് ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, കാരണം C4 പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഏത് പ്ലാന്റ്സാ? ഭയങ്കര ഹൈ ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ ഭയങ്കര എന്താ പറയാ ചൂടുള്ള സ്ഥലത്തൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് എന്ത്? C4 പ്ലാന്റ്സ്. കാരണം ചൂടുള്ള സമയത്താണ് ഫോട്ടോ റെസ്പിറേഷൻ കാണിക്കാൻ ചാൻസ്. അപ്പൊ അന്നേരമല്ലേ അത് അവോയ്ഡ് ചെയ്യണ്ടേ. അപ്പൊ ചൂടുള്ള സ്ഥലത്ത് കാണുന്ന പ്ലാന്റ്സ് ആണ് C4. അപ്പൊ കുറച്ച് ഭയങ്കര ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ C4 സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ C4 പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഷുഗർ കെയിൻ, സോർഗം, ഇതൊക്കെ. ഷുഗർ കെയിൻ, സോർഗം ഒക്കെ. ഓക്കെ, C4 പ്ലാന്റ്സിന് എക്സാമ്പിൾ. കാരണം അപ്പൊ ഏത് പ്ലാന്റ്സ് ആണ് നല്ലതെന്ന് ചോദിച്ചാൽ C3 പ്ലാന്റ്സ് ആണോ C4 പ്ലാന്റ്സ് ആണോ നല്ലത്? C3 പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും C3 പ്ലാന്റ്സ് തന്നെയാണ്. ഓക്കെ, എല്ലാത്തിലും C3 പ്ലാന്റ്സ്, C3 സൈക്കിൾ എല്ലാ പ്ലാന്റ്സിലും നടക്കുന്നുണ്ട്. C4 പ്ലാന്റ്സ് ആയാലും C3 പ്ലാന്റ്സ് ആയാലും C3 സൈക്കിള് നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ C4 പ്ലാന്റ്സ് വെച്ചാൽ ലെസ് ദാൻ 1% മാത്രമേ C4 പ്ലാന്റ്സ് ഉള്ളൂ. 95% ഏതാ? നമ്മുടെ C3 പ്ലാന്റ്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്താ പറഞ്ഞേ? C3 പാത്വേ നടക്കാൻ 20 to 25 ആണ്. മറ്റേത് 35 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് C4 പാത്വേ നടക്കേണ്ടത് കേട്ടോ. Enough supply of CO2 to C3 cycle is the function of C4 pathway. Enough supply of CO2 to C3 cycle. കറക്റ്റ് ആണ് അല്ലെ. C3 സൈക്കിൾ തുടങ്ങണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മാലിക് ആസിഡ് റിലീസ് ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡ്, മാലിക് ആസിഡ് റിലീസ് ചെയ്യണമെങ്കിൽ മാലിക് ആസിഡ് ഉണ്ടാവണമല്ലോ. മാലിക് ആസിഡ് ഉണ്ടാവുന്ന എവിടുന്ന? ഓക്സാലാസ്റ്റിക് ആസിഡ്. ഓക്സാലാസ്റ്റിക് ആസിഡ് എങ്ങനെയാ ഉണ്ടായത്? ഫോസ്ഫോഇനോൾ പൈറുവിക് ആസിഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് എവിടുന്നാ വന്നേ? അറ്റ്മോസ്ഫിയർ. ഓക്കെ, എന്നിരുന്നാലും CO2 C3 സൈക്കിളിലോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നത് C4 പാത്വേ തന്നെയാണ്. സോ 3 is also correct answer. So 2 and 3 correct. B is the answer. Okay. അപ്പൊ അത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഫോട്ടോ റെസ്പിറേഷൻ ഭാഗത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ what are the factors affecting photosynthesis എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് പോർഷൻ ഉണ്ട്, ചെറിയൊരു ഏരിയ. ഏതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്? ഓക്കെ,
ഒരു ബ്ലാക്ക്മാന്റെ ലോ പറയുന്നുണ്ട്. ആരല്ലോ? ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ബ്ലാക്ക്മാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, if a chemical reaction is affected by more than one factor, the rate of the reaction depends on the factor which is at its minimal value. Definition ഒക്കെ നിങ്ങൾ നോക്കിക്കോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ, എന്താ ഫോട്ടോസിന്തസിസ് ആയിക്കോട്ടെ റെസ്പിറേഷൻ ആയിക്കോട്ടെ, ഈ ഒരു കെമിക്കൽ പ്രോസസ്സിനെ ഒന്നിൽ കൂടുതൽ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഫോട്ടോസിന്തസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, പിന്നെ ആരാടോ ലൈറ്റ്, CO2, H2O, പിന്നെ ആരാ ഓക്സിജൻ. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3-4 ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. ഈ 4 ഫാക്ടേഴ്സില് ഏറ്റവും ആ ഒരു ഫോട്ടോസിന്തസിസിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുക ഫാക്ടർ വിച്ച് ഇസ് അറ്റ് ഇറ്റ്സ് മിനിമൽ വാല്യൂ, ഏറ്റവും മിനിമം ഉള്ള ആളാണ് അതിനെ എഫക്ട് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പം ഓക്സിജൻ അല്ലേ, ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പൊ നോക്കിക്കോ, ലൈറ്റ് ഒരു 10%, കാർബൺ ഡൈ ഓക്സൈഡ് 5%, വാട്ടർ 1%, ടെമ്പറേച്ചർ 20%. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെച്ചോ. ഓക്കെ, അപ്പൊ ഇതിൽ മിനിമം വാല്യൂ ആരാണുള്ളത്? വാട്ടർ അല്ലേ. ഓക്കെ, സോ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ photosynthesis, rate of the photosynthesis depends on the concentration of water here. അങ്ങനെ അത് ഇപ്പൊ ഞാന് വെള്ളം മാത്രമാണ് ആ പ്ലാന്റിന് വളരെ കുറവ് കിട്ടുന്നത്, ബാക്കിയെല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ടെമ്പറേച്ചർ 25% ആക്കിയെന്ന് വെച്ചാൽ 20-25 ആക്കിയാല് ഫോട്ടോസിന്തസിസിൽ കാര്യമായ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ലൈറ്റ് കൂട്ടിയാലും എഫക്റ്റ് ഉണ്ടാവില്ല, കാർബൺ ഡൈ ഓക്സൈഡിനെ കൂട്ടി കൊടുത്തിട്ടും എഫക്റ്റ് ഉണ്ടാവില്ല. എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും മിനിമം ഉള്ള ഫാക്ടറിനെ കൂട്ടി കൊടുക്കണം, അതായത് വാട്ടർ. ഓക്കെ, സോ അതാണ് ആരുടെ ലോ? ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, യെസ്. അപ്പം ഏതൊക്കെയാണ് മക്കളെ ഫോട്ടോസിന്തസിസിനെ എഫക്ട് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്? ലൈറ്റ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. സോ ഫോട്ടോസിന്തസിസിൽ എപ്പോഴും ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്ന ആള് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ ഇപ്പം കുറവായിട്ട് വരാറ് ഒരു പ്ലാന്റിനെ സംബന്ധിച്ച്. ബാക്കി എല്ലാവരും സുലഭമായിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ. സോ മാക്സിമം സ്പീഡിലാണ് ഞാൻ പോയിട്ട് അറിയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചോദിക്കുക. താങ്ക് യു.